കൂട്ടുകാർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 മണി പലഹാരങ്ങളിൽ ഒന്നാണ് ചക്ക വറുത്തത് അല്ലേ? നല്ല ചൂട് ചായയും കൂടെ നല്ല കറുമുറാനും തിന്നാനായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തം കൂടി ആണെങ്കിലല്ല അന്നത്തെ ദിവസം വൈകുന്നേരം നമുക്ക് കുശാലാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എൻ്റെ കൂടെ ഇന്ന് കണ്ടോളണം കേട്ടോ. എങ്ങും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിക്കോണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ചക്ക വറുക്കാൻ വേണ്ടിയിട്ടുള്ള പാകം. അപ്പോൾ ഇതിൽ കൂടുതൽ പഴുത്ത് പോയി കഴിഞ്ഞാൽ ചക്ക വറുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചക്ക എടുക്കാനായിട്ട്. അപ്പോൾ ദാ ഈ ഒരു സൈസിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ വെയിലത്ത് വയ്ക്കാൻ പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ വറുക്കുമ്പോൾ എണ്ണ അധികം വലിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചെടുക്കുന്നത്. ഫ്രണ്ട്സ് ഡേ നമ്മൾ വെയിലത്ത് വെച്ച ചക്ക നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ എടുക്കുക, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചക്ക വറുക്കുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടാൻ, ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചക്ക വറുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ചക്ക വറുത്തതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് വയ്ക്കാം. എന്നിട്ടിത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടിട്ട് കുറച്ചും കൂടി വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. നമ്മുടെ ചക്കയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ട ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചങ്ങ് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കധികം സമയം കളയാതെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ചക്ക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന വെച്ചാൽ വെള്ളമില്ലേ, മഞ്ഞപ്പൊടി ഉപ്പിട്ട് കലക്കി വെച്ചിരുന്ന വെച്ചാൽ വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ചക്ക വറുത്തതിൻ്റെ നല്ല മഞ്ഞ കളറും അതിന് നല്ല ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ കുഴച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും തന്നെ ആ ചക്ക നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകും. ബാക്കി കുറച്ച് സമയം കൊണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ തളിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് ദേ നമ്മുടെ ചക്ക വറുത്തത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ് ദേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചൂടുള്ള ചക്ക വറുത്തത് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ
ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പോൾ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനിൽ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു